ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ തന്നെ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കുറച്ച് ബാക്കിയായിട്ടുള്ള ഒന്ന് രണ്ട് പോയിൻറ്റ്സും കൂടി ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നമുക്കറിയാം, ഡിജിറ്റൽ ഇമേജ് ഫണ്ടമെൻ്റൽസിൽ പിക്സൽ എന്താണ്, റെസൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത്. പിക്സൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിക്ചർ എലമെന്റ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. പിക്ചർ എലമെന്റ് എന്നുള്ളതാണ് എന്താണ്, ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് എന്ത്, പിക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജിന് സ്മോളസ്റ്റ് യൂണിറ്റ് ടു റെപ്രസെൻറ്റ് ആൻ ഇമേജ് എന്നുള്ളതാണ് പിക്സൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് റെസൊല്യൂഷൻ എന്താണെന്നുള്ളത് ഈ ഒരു ഇതിൽ നോക്കാം. ഇമേജ് റെസൊല്യൂഷൻ ഈസ് ടിപ്പിക്കലി ഡിസ്ക്രൈബ്ഡ് ഇൻ PPI, പിക്സൽ പെർ ഇഞ്ചിലാണ് നമ്മൾ സാധാരണ രീതിയിൽ റെസൊല്യൂഷൻ നമ്മൾ പറയാറുള്ളത്. പല രീതിയിലും പറയാറുണ്ട്, അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയും. പിക്സൽ പെർ ഇഞ്ചിലാണ്, PPIയിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഇമേജിൻ്റെ റെസൊല്യൂഷൻ പറയാറുള്ളത്. വിച്ച് റെഫേഴ്സ് ടു ഹൗ മെനി പിക്സൽസ് ആർ ഡിസ്പ്ലേഡ് പെർ ഇഞ്ച് ടു ആൻ ഇമേജ്. അഥവാ റെസൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. എന്താണ്, എന്തെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ അവിടെ പിക്സലാണ്, അവിടുത്തെ ആ ഒരു പിക്സൽ എത്ര ഉണ്ട്, ഒരു പർട്ടിക്കുലർ പെർ ഇഞ്ചിൽ ഡിസ്പ്ലേഡ് പെർ ഇഞ്ചിൽ എത്ര പിക്സൽസ് ഉണ്ട് എന്നുള്ളതാണ്. ഹൗ മെനി പിക്സൽസ് ആർ ഡിസ്പ്ലേഡ് പെർ ഇഞ്ച് എന്നുള്ളതാണ് ഓഫ് ആൻ ഇമേജ്. ഒരു ഇമേജിൻ്റെ ഒരു പെർ ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു സം ഏരിയ എടുത്തിട്ട് അവിടെ എത്ര പിക്സൽസ് ഉണ്ട് നോക്കുന്നതാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഹയർ റെസൊല്യൂഷൻ മീൻസ് ദാറ്റ് ദ മോർ പിക്സൽസ് പെർ ഇഞ്ച്. ആ PPI എന്തായിരിക്കും, പിക്സൽ പെർ ഇഞ്ച് എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ഏതിൻ്റെ കേസിൽ, ഹയർ റെസൊല്യൂഷനുള്ള ഇമേജിൻ്റെ കേസിൽ. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഹൈ ക്വാളിറ്റി ക്രിസ്പ് ഇമേജ് ആയിരിക്കും. ഹയർ റെസൊല്യൂഷനുള്ള ഇമേജ് ഹയർ ക്വാളിറ്റി ക്രിസ്പ് ഇമേജ് ആയിരിക്കും. കാരണം എന്താണ്, ദാറ്റ് ഹാവ് മോർ പിക്സൽ പെർ ഇഞ്ച്. PPI കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എന്തായിരിക്കും, PPI കൂടുതലുള്ള ഇമേജിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ക്വാളിറ്റി ക്രിസ്പ് ഇമേജ് ആയിരിക്കും. ഓക്കെ, ദെൻ ലോ റെസൊല്യൂഷൻ ഉള്ള ഹാവ് ഫ്യൂവർ പിക്സൽസ്. ലോ റെസൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ആ ഒരു പെർ ഇഞ്ചിൽ എന്താണ്, കുറഞ്ഞ പിക്സൽസ് ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഫ്യൂവർ പിക്സൽസ് ആർ ടു ലാർജ്, സോ ബ്ലർഡ് ഇമേജ് ആയിരിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നുണ്ടാവും അല്ലേ. കുറഞ്ഞ ഏരിയയിൽ കുറഞ്ഞ പിക്സൽസ്, സോ അതിന് എന്താണ് ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഈ ലോ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഇമേജിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുക. ഓക്കെ, വി ക്യാൻ പോസിബിൾ ടു ചേഞ്ച് ദ റെസൊല്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യാം, റെസൊല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു 600 PPI ഉള്ള ഒരു ഹയർ റെസൊല്യൂഷൻ ഉള്ള ഇമേജിനെ കണ്ടതിന് അതിലെന്തായിരിക്കും 600 പിക്സൽസ് എന്നായിരിക്കും ഒരു ഇഞ്ചിൽ ഉണ്ടാവുക. അതിന് മീനിങ് എന്താണ്, 600 PPI എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ്, 600 പിക്സൽസ് ആയിരിക്കും എന്നുണ്ടാവുക പെർ ഇഞ്ചിൽ, ഒരു ഇഞ്ചിൽ ഉണ്ടാവുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ഹയർ റെസൊല്യൂഷൻ. ഇനിയിപ്പോൾ 72 PPI ആണെങ്കിലോ അതെന്താണ്, കുറവാണ് അല്ലേ. അപ്പോൾ എന്താണ്, കണ്ടെയ്നിങ് എന്താ ഉണ്ടാവുക, കണ്ടെയ്നിങ് 72 പിക്സൽസ് ഈ 1 ഇഞ്ച്. 1 ഇഞ്ചിൽ എന്തായിരിക്കും, 72 പിക്സൽസ് ആയിരിക്കും ഉണ്ടാവുക. സോ അതെന്താണ്, ലോ റെസൊല്യൂഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യും, ഹൈ റെസൊല്യൂഷനിലുള്ളത് ലോ റെസൊല്യൂഷനിലോട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് പറഞ്ഞിട്ടുള്ളത്, റെസൊല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, we can also possible to describe resolution based on the DPI, ഡോട്ട് പെർ ഇഞ്ചിൽ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് റെസൊല്യൂഷൻ. നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞത് എന്തായിരുന്നു, PPI പിക്സൽസ് പെർ ഇഞ്ചിൽ പറയുന്നു. അതേപോലെ തന്നെ റെസൊല്യൂഷൻ പറയാറുള്ള മറ്റൊരു യൂണിറ്റ് ആണ് എന്താണ്, DPI ഡോട്ട് പെർ ഇഞ്ച്. ഇറ്റ് റെഫേഴ്സ് ടു പ്രിന്റർ റെസൊല്യൂഷൻ. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രിന്റർ റെസൊല്യൂഷൻ. പ്രിന്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഡോട്ട് പെർ ഇഞ്ചാണ് ഈ ഒരു കേസിൽ. അതുകൊണ്ടാണ് ഇത് പ്രിന്റർ റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ റെസൊല്യൂഷൻസ് ഓഫ് എ ഡിജിറ്റൽ ഇമേജ് ഡിപ്പെൻഡിങ് ഓൺ 2 പാരാമീറ്റേഴ്സ്. 2 പാരാമീറ്റേഴ്സിനെയാണ് എന്ത്, ഈ റെസൊല്യൂഷന് ഇമേജിൻ്റെ റെസൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സ് ആണ്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ് ഓഫ് ആൻ ഇമേജ്, ഡിജിറ്റൽ ഇമേജ്. ഡിജിറ്റൽ ഇമേജിൻ്റെ സാമ്പിൾസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതാണ് ഒരു പാരാമീറ്റർ. അതിന് നമ്മൾ ക്യാപിറ്റൽ N എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഗ്രേ ലെവൽസ്, ആ ഇമേജിലുള്ള നമ്പർ ഓഫ് ഗ്രേ ലെവൽസിനും അഥവാ സ്മോൾ എമ്മിനും ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഈ 2 പാരാമീറ്റേഴ്സിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഡിജിറ്റൽ ഇമേജിൻ്റെ റെസൊല്യൂഷൻ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, സ്പേഷ്യൽ റെസൊല്യൂഷൻ ആസ്
ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പിക്സൽസ് വാല്യൂസ് പെർ ഇഞ്ച്. സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പിക്സൽസ് വാല്യൂസ് പെർ ഇഞ്ച്. ഒരു ഇഞ്ചിൽ എന്താണ് ഒരു ഏരിയയിൽ ഉള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പിക്സൽ വാല്യൂസിനെയാണ് അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വി ക്യാൻ ഓൺലി പോസിബിൾ ടു കമ്പയർ ദ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ടു ഇമേജ് ഓഫ് ദ സെയിം സൈസ്. നമുക്ക് സ്പേഷ്യൽ റെസൊല്യൂഷന് നമുക്ക് രണ്ട് ഇമേജിൻ്റെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ സൈസിലുള്ള സെയിം സൈസിലുള്ള ഇമേജിൻ്റെ മാത്രമേ സ്പേഷ്യൽ റെസൊല്യൂഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്പേഷ്യൽ റെസൊല്യൂഷൻ റെഫേഴ്സ് ടു ക്ലാരിറ്റി. അതാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പിക്സൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്ലാരിറ്റിയാണ്. സ്പേഷ്യൽ റെസൊല്യൂഷൻ റെഫർ ചെയ്യുന്നത് എന്താണ്? ക്ലാരിറ്റിയാണ്. ഇറ്റ് മെഷർ ബൈ യൂസിങ് ദ ഫോളോയിങ്. ഈ താഴെ പറയുന്ന ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു DPI, ഡോട്ട് പെർ ഇഞ്ച്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു PPI, പിക്സൽ പെർ ഇഞ്ച്. അതേപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട് LPI, എന്താണ്? ലൈൻ പെർ ഇഞ്ച്. ഇങ്ങനെ മൂന്ന് ഈ പാരാമീറ്റേഴ്സ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസൊല്യൂഷന് എന്ത് ചെയ്യാറുള്ളത്, ഫൈൻഡ് ഔട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മൾ PPI വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു, DPI. അതേപോലെ തന്നെ മറ്റൊന്ന് യൂസ് ചെയ്യുന്നതാണ് ലൈൻ പെർ ഇഞ്ച്. ഒരു ഇഞ്ചിൽ എത്ര ലൈൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് അവിടെ വരുന്നത്. അതിൽ വരുന്ന മറ്റൊന്നാണ് ഗ്രേ ലെവൽ റെസൊല്യൂഷൻ. റെസൊല്യൂഷനിൽ തന്നെ ഗ്രേ ലെവൽ റെസൊല്യൂഷൻ വരാറുണ്ട്. ചേഞ്ച് ഇൻ ദ ഷെയ്ഡ്സ് ഓർ ലെവൽസ് ഓഫ് ഗ്രേ ഇൻ ആൻ ഇമേജ്. ഇമേജിൽ ഉള്ള ഷെയ്ഡ്സിനൊക്കെ അല്ലേ ചേഞ്ച്, അല്ലെങ്കിൽ ലെവൽസ് ഉണ്ടല്ലോ, ആ ഗ്രേ ലെവൽസിനെ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രേ ലെവൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ. അങ്ങനെ ഈ ഗ്രേ ലെവൽ റെസൊല്യൂഷൻ ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അതെന്താണ് ഈക്വൽ, ഈ ഗ്രേ ലെവൽ റെസൊല്യൂഷൻ ഏതിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് ബിറ്റ്സ് പെർ പിക്സൽസ്. ഓക്കെ, ഓർത്ത് വെക്കുക. എന്താണ്? എത്ര ബിറ്റ്സ് ഉണ്ട്, ഒരു പിക്സലിൽ എത്ര ബിറ്റ്സ് ഉണ്ട് എന്നുള്ളതിന് ഈക്വൽ ആണ് എന്ത്, ഗ്രേ ലെവൽ റെസൊല്യൂഷൻ, അഥവാ BPP ആണ് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നത്, നമ്പർ ഓഫ് ബിറ്റ്സ് പെർ പിക്സൽ. അതിന് ഈക്വൽ ആണ് എന്ത്, ഗ്രേ ലെവൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഗ്രേ ലെവൽ റെസൊല്യൂഷൻ, നമ്പർ ഓഫ് ഗ്രേ ലെവൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L, നമ്പർ ഓഫ് ഗ്രേ ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L ആണ്. അത് ഈക്വൽ ടു എന്താണ്, 2⁻k ആണ്. K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BPP ആണ് കേട്ടോ, ബിറ്റ്സ് പെർ പിക്സൽ ആണ്. സോ ഗ്രേ ലെവൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2⁻BPP എന്നുള്ളതാണ് അതിനോട് ഉദ്ദേശിച്ചത്. 2⁻BPP. BPP 8 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്പർ ഓഫ് ഗ്രേ ലെവൽസ്? L ഈക്വൽ ടു എന്തായിരിക്കും? 2⁻k. ദാറ്റ് മീൻസ് 2⁻8, 256 ആയിരിക്കും. ഓക്കെ, ഗ്രേ ലെവൽ എന്ത് ചെയ്യുന്നു, കുറയുന്നതിനനുസരിച്ച് നമ്മൾ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. നമ്മൾ പറഞ്ഞില്ല, പിക്സലിൻ്റെ കേസ് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് ഗ്രേ ലെവൽ കുറയുന്നതിനനുസരിച്ച് എന്തായിരിക്കും, ബിറ്റ്സ് കുറയുന്നതിനനുസരിച്ച് എന്തായിരിക്കും, ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുണ്ടായിരുന്നത്.